പ്രളയങ്ങളിൽ നിന്നും ജലദുരന്തങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി കോട്ടയം ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കുള്ള ജില്ലാതല നീന്തൽ പരിശീലന ക്യാമ്പ് വൈക്കത്ത് ആരംഭിച്ചു. ഉദയനാപുരം ക്ഷേത്രകുളത്തിൽ ആരംഭിച്ച പരിശീലന ക്യാമ്പ് കോട്ടയം ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റെജി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മനസ്സും പ്രവർത്തനശേഷിയും ഉണ്ടെങ്കിൽ സമൂഹത്തിന് അതിൻ്റെ ഗുണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഏതൊരു ചെറിയൊരു തുടക്കമാണെങ്കിലും ഇത് നമുക്ക് തുടർച്ചയായി ഒരു ബൃഹത്തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കുറഞ്ഞത് ഒരു 100 പേർക്കെങ്കിലും പരിശീലനം കൊടുത്ത് കൊണ്ടുപോകത്തക്ക രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യത്തിൽ നമുക്ക് അനുയോജ്യമായൊരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടയർഡ് രാജകുമാറുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നല്ല മനസ്സോടെ നല്ല പ്രവർത്തന ശേഷിയോടെ നമ്മൾ കൂടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്ഷേത്ര സമിതി പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ക്ഷേത്രവും കുളവും ഒക്കെ എല്ലാം തന്നെ നമ്മോടൊപ്പം പ്രവേശിക്കുന്നു. വൈക്കം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു അധ്യക്ഷത വഹിച്ചു. വൈക്കം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ അയ്യപ്പൻ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് VRC നായർ, പി ഷൈൻ, സിവിൽ ഡിഫൻസ് കോട്ടയം ഡിവിഷൻ വാർഡൻ സിമേഴ്സ് എന്നിവർ സംസാരിച്ചു. വൈക്കം അഗ്നിരക്ഷാ നിലയത്തിലെ മുൻ സ്റ്റേഷൻ ഓഫീസറും നീന്തൽ പരിശീലകനുമായ ടി ഷാജികുമാറിന്റെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ വൈക്കം, കടുത്തുരുത്തി, പാല, കോട്ടയം, ചങ്ങനാശ്ശേരി, ഈരാറ്റുപേട്ട എന്നീ നിലയങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങളായ 26 പേരാണ് പരിശീലനം തേടുന്നത്. ന്യൂസ് ഫാക്ട്, വൈക്കം. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്.